ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഗൾഫ് ഫോക്കസിൽ ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗൾഫ് രാജ്യങ്ങളിലെ കാർഷിക മേഖലയെ സംബന്ധിച്ച് ഒട്ടേറെ വിശേഷങ്ങൾ, ഒട്ടേറെ പ്രത്യേക വാർത്തകൾ നൽകി വരുന്നുണ്ട്. യുഎയിലെ വിവിധ എമിറേറ്റുകളിൽ മാത്രമല്ല, വിവിധ ഗൾഫ് രാജ്യങ്ങളിലും കൃഷിത്തോട്ടങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന മലയാളികളെക്കുറിച്ച്, കൃഷി ജീവിതത്തിന് തന്നെ ഒരു ഭാഗമായി മാറ്റിയ കുടുംബങ്ങളുടെ ഒട്ടേറെ സവിശേഷതകൾ, വിളകൾക്കായി മണ്ണും വളവും വെള്ളവും ഇതൊക്കെ അന്യമാക്കപ്പെട്ട മരുഭൂമിയിൽ തങ്ങളുടേതായ രീതിയിൽ കൃഷി ചെയ്യുന്ന മലയാളികൾ, മട്ടുപ്പാവിലും ചെറുതും വലുതുമായ വില്ലകളിലും ലഭ്യമായ സ്ഥലങ്ങളിലൊക്കെ പച്ചപ്പുകളും പൂക്കളും നട്ടു വളർത്തുന്നവർ. ജൈവ കൃഷി എന്നത് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ഒരു പുതിയ വാക്കല്ല. ഞങ്ങൾ വർഷങ്ങളായി നൽകി വരുന്ന ഗൾഫിലെ മലയാളികളുടെ കാർഷിക പ്രേമം ഇന്ന് വൻതോതിൽ വിജയിച്ചു കഴിഞ്ഞു. സാധാരണ രീതിയിൽ കൃഷി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ കാലത്ത് കൃഷിയോ, അതൊക്കെ നഷ്ടക്കച്ചവടമല്ലേ എന്ന് തോന്നുന്ന വിധത്തിലുള്ള സംഭാഷണങ്ങളാണ് നാം പലപ്പോഴും കേൾക്കുന്നത്. മുൻപൊക്കെ ഇതായിരുന്ന അവസ്ഥ. എന്നാൽ ആ അവസ്ഥ മാറിക്കഴിഞ്ഞു. ഇന്ന് രാസവളത്തിൻ്റെയും കീടനാശിനിയുടെയും പേരിൽ മനുഷ്യരെ കൊല്ലുന്ന വിഷവാതകം കഴിക്കാൻ നിർബന്ധിതരായ മലയാളികൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. പൊതുവെ ആരോഗ്യകരവും മികച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ പോലും മലയാളികൾ ജൈവ കൃഷിയിലേക്ക് മാറിക്കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി കാർഷിക പ്രേമത്തെ സാഫല്യമാക്കിയവർ, മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യരെ മറ്റൊരു കണ്ണിലൂടെ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ മണ്ണും വിളയും ഫലവർഗ്ഗങ്ങളും കൃഷിയുമൊക്കെ ഏത് ലോകത്തുമുള്ള മലയാളികൾക്ക് ഒരു ഹരമായി മാറി. യഥാർത്ഥത്തിൽ കൃഷി എന്നത് പ്രവാസി മലയാളികളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ മാറിക്കഴിഞ്ഞു. വീട്ടുമുറ്റത്തും വില്ലകളിലും ഫ്ലാറ്റുകളിലും തങ്ങൾ ഇത്രയേറെ കൃഷി പരിപാലിക്കുന്നു എന്ന് പറയാൻ പ്രവാസി മലയാളികൾ അഭിമാനം കൊള്ളുകയാണ്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ കൃഷി താൻ ചെയ്യുന്നു എന്നത് വലിയ നേട്ടമായി തന്നെ പ്രവാസി മലയാളികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ എപ്പിസോഡിൽ പറയുന്നത് ബഹ്റൈനിൽ നിന്നുള്ള കാർഷിക വിശേഷങ്ങളാണ്. മറ്റെല്ലാ ഗൾഫ് രാജ്യമെന്ന പോലെ ബഹ്റൈൻ ഗവൺമെൻറ്റും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ബഹ്റൈനിലെ സാർ എന്ന സ്ഥലത്തെ ജൈവ പച്ചക്കറി തോട്ടത്തെക്കുറിച്ചുള്ള അനിൽ നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇത് കാണുക, ബഹ്റൈനിലെ സാർ എന്ന പ്രദേശത്ത് മരുഭൂമിയിൽ വിളഞ്ഞ കാർഷിക വിളകൾ, മണ്ണിനെ പൊന്നാക്കിക്കൊണ്ടുള്ള കാർഷിക വൃത്തി. കേരളത്തിൽ പ്രകൃതി സ്രോതസ്സുകൾ കനിഞ്ഞു നൽകിയിട്ടും അയൽ സംസ്ഥാനത്തു നിന്നും വരുന്ന വിഷമയമുള്ള പച്ചക്കറികൾക്കായി ലോറികളെ കാത്തു നിൽക്കുന്ന മലയാളികൾ. ഇവിടെ ഇതാ ഗൾഫിൽ ഈ കാഴ്ച കാണുക. വെള്ളമില്ല, ജൈവപരമായ മണ്ണുമില്ല, എന്നിട്ടും കൃഷി ചെയ്യുകയാണ് ഈ മരുഭൂമിയിൽ. പലതരം കാർഷിക വിളകൾ, ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ ഈ മണ്ണിലൂടെ നടന്നു പോകുമ്പോൾ പച്ചപ്പുകൾ നൽകുന്ന ഊഷ്മളത ഒന്ന് വേറെ തന്നെയാണ്. കൃഷിക്ക് വേണ്ടി മഴയെ മാത്രം കാത്തു കഴിയുന്ന മലയാളികൾ മഴയില്ലാത്ത വരണ്ട ഭൂമിയിൽ നിന്നും വിജയിക്കുന്ന ഈ ഫലവർഗ്ഗങ്ങളെ ഒന്ന് കാണുക തന്നെ വേണമെന്നാണ് അഭ്യർത്ഥന. ഗൾഫ് രാജ്യങ്ങളിലെ കൃഷിപ്പണിക്ക് ബംഗാളികളാണ് കൂടുതലും. നാട്ടിൽ കൃഷി ചെയ്ത് പരിചയമുള്ളവർ, ഭക്ഷണവും കിടക്കാനൊരിടവും ശമ്പളവും ലഭിച്ചാൽ രാപ്പകൽ കൃഷിത്തോട്ടത്തിൽ ഇറങ്ങിക്കൊള്ളും. മലയാളികൾ കൃഷിപ്പണിക്ക് വരുന്നതേയില്ല. गोभी बनाता है और मिर्ची बनाता है और ये पंकिन बनाता है और झींगा बनाता है और इसको पसेलिया बनाता है. ये चीज़ हमेशा बनाता है इधर. अभी सीजन खलास है? नहीं, ये सीजन पंपकिन का खलास है और गोभी का खलास है. वो बाकी और पसेलिया और मिर्ची और बैगन वो सब का अभी भी होता है इधर. कोई मुश्किल नहीं, हमेशा ये चलता है. ചെറിയ ഒരു പ്രദേശത്തായി മാത്രം ചുരുങ്ങിയതല്ല ഗൾഫിലെ കൃഷിഭൂമി. ഏക്കറുകളോളം പരന്നു കിടക്കുന്ന വിശാലമായ കൃഷിത്തോട്ടം, കൃഷി മാത്രം ചെയ്യാനായി തൊഴിലാളികൾ, ശമ്പള വ്യവസ്ഥയിൽ. കേരളത്തിലെന്ന പോലെ ഗൾഫ് രാജ്യങ്ങളിലും ബംഗ്ലാദേശുകാരാണ് കർഷകരിൽ അധികം പേരും. പാകിസ്ഥാൻകാരും കുറച്ചല്ല. എന്നാൽ മലയാളികളെ എവിടെയും ഈ കൃഷിഭൂമിയിൽ തൊഴിലാളികളായി കണ്ടിട്ടില്ല. മറ്റുള്ളവരുടെ ഭൂമിയിൽ കൃഷി ചെയ്യാനല്ല, തൻ്റെ വീട്ടുമുറ്റത്തും വില്ലകളിലും ഫ്ലാറ്റുകളിലും കൃഷി ചെയ്യാനാണ് മലയാളികൾക്ക് ഏറെ ഇഷ്ടം. പൂർണ്ണമായും ജൈവ വളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 45 കിലോ വരെ തൂക്കമുള്ള മത്തൻ ഇഷ്ടം പോലെ വിളവെടുക്കുന്നു. ഉരുളക്കിഴങ്ങ്,
കോളിഫ്ലവർ എന്നിവ വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ കൃഷിയെക്കുറിച്ച് നിരന്തരം പ്രത്യേക വാർത്താവിശേഷങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും കുടുംബിനികൾക്ക് ഇഷ്ടംപോലെ സമയം വിനിയോഗിക്കാനുണ്ട് എന്നതുകൊണ്ടാണ്. ഗൾഫ് രാജ്യങ്ങളിൽ അലസമായി കഴിയുന്ന ഒഴിവുവേളകൾ ഏറെയുണ്ട് കുടുംബിനികൾക്ക്. ആ സമയങ്ങളിൽ ലഭ്യമായ ഇടങ്ങളിൽ കൃഷി ചെയ്യുന്നത് ഈ അലംഭാവത്തിൽ നിന്നുമുള്ള ഒരു വിരക്തിയായി മാറും, ഒരു വിരാമമായി മാറും. ഗൾഫിലെ ഗവൺമെൻറ്റുകൾ കൃഷിയെ നല്ല വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നു, ആരോഗ്യകരമായ ജീവിത സമീപനത്തെ സഹായിക്കുന്നു. പെട്രോൾ, ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്ന നാട്ടിൽ കാർഷിക വിളവുകളും വ്യാപിക്കുകയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിൽ. മത്തൻ മാത്രമല്ല, ക്യാരറ്റ്, കാർബേജ്, പച്ചമുളക്, മല്ലി, പുതിന, കോളിഫ്ലവർ, മാവ് തുടങ്ങിയ ഒട്ടേറെ കൃഷി ഇനങ്ങൾ എല്ലാം ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. പൂർണ്ണമായും അത്യുഷ്ടമുള്ള മാസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കഠിനമായ ചൂടും പൊള്ളുന്ന മരുഭൂമിയും. എന്നാൽ അതൊക്കെ നേരിടാനുള്ള കർമ്മനിരതമായ ഒരു മനസ്സ് ഗൾഫ് പ്രവാസികൾക്കുണ്ട്. ഉഷ്ണം എത്തും മുമ്പ് തന്നെ പരമാവധി കൃഷി ചെയ്യുക, അതാണ് പ്രവാസി മലയാളികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ആർട്ട് ഫോക്കസ്. ആർട്ട് ഫോക്കസിലെ ഇന്നത്തെ അതിഥി കുവൈറ്റിൽ നിന്നുള്ള പൂർണിമ ഡൊമിനിക്. ഇത് പൂർണിമ ഡൊമിനിക്, ശബ്ദമാധുര്യം കൊണ്ട് കുവൈറ്റ് മലയാളികൾക്ക് ശ്രദ്ധേയയായി മാറിയ ഗായിക. പാട്ടിൻ്റെ വഴികളിൽ 10 വർഷം തികയ്ക്കുകയാണ് കുവൈറ്റിൽ ജനിച്ചു വളർന്ന ഈ ചങ്ങനാശ്ശേരി സ്വദേശി. ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ മിഡിൽ ഈസ്റ്റിലായതുകൊണ്ട് അങ്ങനെ ഒരു ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല, എല്ലാ ടൈപ്പുള്ള ക്രൗഡും ഉണ്ട് ഇവിടെ. അപ്പം പിന്നെ അറബിക്ക് പാടും, ഞങ്ങൾ ഒരു പ്രാവശ്യം ഇംഗ്ലീഷും പാടും. വെരി ഫ്യൂ സോങ്സ് ഇംഗ്ലീഷ് പാടിയിട്ടുണ്ട്, പോർച്ചുഗീസ് പാടിയിട്ടുണ്ട്. ചേച്ചി ആദ്യം എന്നെക്കാളും മുന്നേ പാടി തുടങ്ങിയത്. അപ്പോൾ ചേച്ചിക്ക് ഒരു ടാലൻ്റ് ഉണ്ടെന്ന് കണ്ടറിഞ്ഞ് ചേച്ചിയെ ബീന ടീച്ചറിൻ്റെ അടുത്ത് വിട്ട്, അങ്ങനെ ഞാൻ ചേച്ചി പാടുന്നത് കണ്ടാണ് ഞാൻ വളരുന്നത്. അപ്പം അങ്ങനെ ഞാനും ഇറ്റ് വാസ് നാച്ചുറൽ ചേച്ചിയുടെ ഫുഡ് സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്ത്. बस एक बार मेरा कहा मान लीजिए, बस एक बार मेरा कहा मान लीजिए, बस एक बार मेरा कहा मान लीजिए. സംഗീത ഗാന മേഖലകളിൽ ശ്രദ്ധേയമാവുന്ന ഒട്ടേറെ കലാകാരന്മാരും കലാകാരികളും ഗൾഫ് രാജ്യങ്ങളിൽ ഏറെയുണ്ട്. സംഗീതത്തെ ഉപാസനയായി കാണുന്നവർ, പോയ കാലത്തിൻ്റെ നനുത്ത സ്മൃതികളെ തിരികെ കൊണ്ടുവരുന്ന ഗൃഹാതുരമായ ഓർമ്മകളെ ഉണർത്തുന്നവർ. കുവൈറ്റിലെ മലയാളി സദസ്സുകളിൽ നിറസാന്നിധ്യമായി മാറിയ ഒരു ഗായികയാണ് പൂർണിമ ഡൊമിനിക്. ദേശഭാഷാ വ്യത്യാസങ്ങളില്ലാതെ കുവൈറ്റിലെ മിക്ക പ്രവാസി പരിപാടികളിലും പൂർണിമയുടെ ഗാനാലാപനത്തിന് ആസ്വാദകർ ഏറെയാണ്. 1ാം ക്ലാസ് തൊട്ട് പാട്ട് പഠിച്ചു, 7ാം ക്ലാസ് വരെ. വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീത പരിപാടികളിൽ സംബന്ധിച്ചു. സംഘഗാനമായിട്ടായിരുന്നു പാടിയത്. പിന്നീട് അങ്ങോട്ട് നിരവധി വേദികൾ. സംഗീത ആസ്വാദകരുടെ ഇഷ്ടഗായികയായി മാറാൻ അധികം നാൾ വേണ്ടി വന്നില്ല. 7ലോ 9ലോ ആയിരുന്നപ്പോഴാണ് ഞാൻ സോളോ ആയിട്ട് പരിപാടികൾ ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുന്നേ വരെ കോറസും സപ്പോർട്ട് ചെയ്തായിരുന്നു പാടിക്കൊണ്ടിരുന്നത്.
പ്രശസ്ത പ്ലേ ബാക്ക് സിംഗേഴ്സിനൊക്കെ വേണ്ടി കോറസ് ആയിരുന്നു ഞങ്ങൾ പാടിക്കൊണ്ട് തുടങ്ങിയ കാലത്ത്. അപ്പം കോറസ് പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി കുവൈറ്റിലെ ഗാനമേളകളിലും വൈവിധ്യമാർന്ന സ്റ്റേജ് ഷോകളിലും മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, മറാഠി, അറബിക്, ബംഗാളി, ഇംഗ്ലീഷ്, പോർച്ചുഗീസ് ഭാഷകളിൽ പാടുന്ന പൂർണിമ ഡൊമിനിക് ഭാഷാ വൈവിധ്യം ആസ്വദിക്കുന്നുമുണ്ട്. ഇതിനകം 500 സ്റ്റേജുകളിലായി പൂർണിമ പാടിക്കഴിഞ്ഞു. ആദ്യമൊക്കെ അടിപൊളി പാട്ടുകളായിരുന്നു പാടിയത്. എന്നാൽ ഇപ്പോൾ മെലഡിയാണ് പൂർണിമയ്ക്ക് ഏറെ ഇഷ്ടം. ശബ്ദമാധുര്യം പാരമ്പര്യമായി ലഭിച്ചതാണെന്ന് പൂർണിമ പറയുന്നു. വയലിനിസ്റ്റായ അച്ഛൻ ഡൊമിനിക് നിന്നാണ് സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. സഹോദരി നീലിമ കുവൈറ്റ് മലയാളികൾക്ക് സുപരിചിതയായ ഗായികയാണ്. 10 വർഷം മുമ്പ് നീലിമയുടെ കൂടെ കോറസ് പാടാനായിട്ടാണ് പൂർണിമ ആദ്യമായി സ്റ്റേജിൽ കയറിയത്. കുവൈറ്റിൽ പഠനം തുടരുന്ന പൂർണിമ സംഗീത പഠനവും നിർവഹിക്കുകയാണ്. കുവൈറ്റിലെ പ്രശസ്ത സംഗീത അധ്യാപിക ബീന ടോമിയുടെ കീഴിലായിരുന്നു സംഗീത പഠനം നടത്തിയിരുന്നത്. സൗരയുധത്തിൽ വിടർന്നോരു കല്യാണ സൗഗന്ധികമാണി ഭൂമി, അതിൽ സൗവർണ പരാഗമാണോ മലിനി, അതിൽ സൗരഭമാണെൻ്റെ സ്വപ്നം സ്വപ്നം സ്വപ്നം. പ്രവാസി സംഘടനകളിൽ നിന്നും മറ്റുമായി നിരവധി അംഗീകാരങ്ങൾ ഇതിനോടകം പൂർണിമയെ തേടിയെത്തിയിട്ടുണ്ട്. സംഗീതാലാപനം കുടുംബ വഴിയാണ് ലഭിച്ചതെങ്കിലും തൻ്റേതായ നൈസർഗികമായ കഴിവ് കൊണ്ടാണ് ഗായകർക്ക് ഉയർന്നു വരാൻ കഴിയുന്നത്. ഇന്ന് കുവൈറ്റിൽ ഏറ്റവും ശ്രദ്ധേയയായ ഗായികയാണ് പൂർണിമ ഡൊമിനിക്. 500 മുകളിൽ സ്റ്റേജസിൽ പാടിയിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എവറി വീക്കെൻഡ് നമുക്ക് പരിപാടികൾ കാണും. ഇവിടെ ഫ്രൈഡേ സാറ്റർഡേ വീക്കെൻഡ് ആയതുകൊണ്ട് മിക്കവാറും തേഴ്സ്ഡേ ഫ്രൈഡേസ് പരിപാടികൾ കാണും. അപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 9 to 10 years ആയി ഞാൻ സോളോ ആയിട്ട് പാടാൻ തുടങ്ങിയിട്ട്. അതിന് മുന്നേ കോറസ് സപ്പോർട്ടായിട്ടായിരുന്നു. ഞാൻ തുടങ്ങിയപ്പം ഞാൻ കൂടുതലും ഫാസ്റ്റ് സോങ്സ് ആയിരുന്നു, എല്ലാം തമിഴും ഡപ്പാങ്കുത്ത് സ്റ്റൈൽ പാട്ടുകളൊക്കെ ആയിരുന്നു പാടിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ മെലഡിയും പാടുന്നുണ്ട്. സെമി ക്ലാസിക്കൽ ഇതുവരെ അത്ര അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ഇടയ്ക്ക് കോമ്പറ്റീഷൻസിനൊക്കെ പാടിയിട്ടുണ്ട്. സ്റ്റേജസ് ഫ്യൂ ആയിട്ട് ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ കൂടുതലും മെലഡി, അടിപൊളിയും പാടും ഇപ്പം, പക്ഷെ കൂടുതലും മെലഡിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്. അതെ, ഞങ്ങളെല്ലാവരും ആദ്യമേ തുടങ്ങിയപ്പം കോറസ് ആയിട്ടായിരുന്നു തുടങ്ങിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമേ അവർ മെയിൻ പ്ലേ ബാക്ക് സിംഗേഴ്സിനൊക്കെ പാടി, പിന്നെ ചേച്ചിയും കോറസ് പാടിയിട്ടുണ്ട്. അങ്ങനെ സപ്പോർട്ടായിട്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഷോസ് ചെയ്തിട്ടുണ്ട്, കുറേ ഷോസ് ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ കൂടെ. അങ്ങനെയാണ് പ്ലേ ബാക്കിൽ കയറിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. സംഗീതം എപ്പോഴും ഉണ്ടാവണം, അറ്റ്ലീസ്റ്റ് ഒരു സൈഡായിട്ട് എപ്പോഴും ഉണ്ടാവണം. അത് വളരാനും വളർന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ഇടം കണ്ടെത്താനും കഴിയാതെ വരുമ്പോഴാണ് പലരും തങ്ങളുടെ നൈസർഗികമായ കഴിവിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ പോകുന്നത്. ദുഃഖകരമായ ഒരു അവസ്ഥയാണിത്. എന്നാൽ പൂർണിമ ഡൊമിനിക് അങ്ങനെയല്ല. സ്വന്തം പിതാവിൻ്റെ നിസ്തുലമായ പ്രോത്സാഹനവും അതുകൊണ്ട് തന്നെ പൂർണിമ ഡൊമിനിക് തൻ്റെ കഴിവിനൊത്ത് ഉയരാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു വസ്തുതയാണ്. കൈരളി TV ദുബായിൽ സംഘടിപ്പിച്ച ഇഷല്ലീല എന്ന കലാസാംസ്കാരിക സന്ധ്യ ഇതുവരെ കാണാത്ത പുതിയ അനുഭവമായി മാറി ദുബായിലെ പ്രവാസികൾക്ക്. കൊലുസിട്ട മാപ്പിളപ്പാട്ടിൻ്റെ താളലയങ്ങൾ, ഓർമ്മകളിൽ നനുത്ത സ്വാന്തനം നൽകിക്കൊണ്ടുള്ള മാപ്പിളപ്പാട്ടിൻ്റെ ഇശല്ലൈല പരിപാടിയുടെ റിപ്പോർട്ടിലേക്ക്. പ്രവാസ ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മെഗാ ഇവന്റിനാണ് ദുബായ് സബിൽ പാർക്ക് സാക്ഷ്യം വഹിച്ചത്. കൈരളി TV ഒരുക്കിയ ഇശല്ലൈല അവാർഡ് വേദി ജഗതി ശ്രീകുമാറിന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ദാരുണമായ വാഹനാപകടത്തിന് ശേഷം ആദ്യമായാണ് ജഗതി ശ്രീകുമാർ വിദേശത്തെത്തിയത്.
കൈരളി ടി വിയുടെ ഇശൽ ലൈലയുടെ ഒരു പ്രധാന ആകർഷണം മലയാള സിനിമയിൽ ചിരിയുടെ മാസ്മരികത സൃഷ്ടിച്ച ജഗദീഷ് ശ്രീകുമാറിന് അവാർഡ് നൽകി ആദരിക്കുന്ന ചടങ്ങായിരുന്നു. ഹൃദയസ്പർശിയായി മാറിയ ആ ചടങ്ങ് ഒരു കലാകാരന് ലഭിക്കുന്ന അപൂർവ ബഹുമതിയായി മാറുകയാണ്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനും നടനുമായ മമ്മൂട്ടി ജഗദീഷ് ശ്രീകുമാറിന് ഇശൽ ലൈല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിച്ചു. മലയാള സിനിമയിലെ അതുല്യ പ്രതിഭയായ ജഗദീഷ് ശ്രീകുമാറിനെ ഈ വേദി ആദരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘകാല ചലച്ചിത്ര ജീവിതത്തെ പുരസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ ആദരവ് കൈരളി ടി വി, മലയാളം കമ്മ്യൂണിക്കേഷൻസ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് സമർപ്പിക്കുന്നു. മലയാള സിനിമയിലേക്ക് പഴയതുപോലെ ജഗദീഷ് ശ്രീകുമാർ തിരിച്ചു വരണമെന്ന് മമ്മൂട്ടിയും ഇന്നസെന്റും നിവിൻ പോളിയും ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ദുബായ് സബിൽ പാർക്കിലെത്തിയ 10,000 അത് ഹർഷാരവത്തോടെ സ്വീകരിച്ചു. മൊബൈൽ ടോർച്ച് വെളിച്ചം വീശിയാണ് പ്രവാസികൾ ജഗതിയോടുള്ള ആദരവ് പ്രകടിപ്പിച്ചത്. ഇന്നസെന്റ്, നിവിൻ പോളി, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, ഡയറക്ടർ VK അഷറഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. ജഗതിയുടെ സിനിമാ ജീവിതത്തെ ആസ്പദമാക്കി രമേശ് പിഷാരടി ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. കേരളം എന്നൊരു ചെറിയൊരു നാട്ടിൽ 1000 എന്നൊരു സംഖ്യയിലധികം, കേരളം എന്നൊരു ചെറിയൊരു നാട്ടിൽ 1000 എന്നൊരു സംഖ്യയിലധികം, സിനിമയിൽ തന്നുടെ കഴിവുകൾ കാട്ടി ഗിന്നസ് ബുക്കിൽ കയറിയ വീരൻ, സിനിമയിൽ തന്നുടെ കഴിവുകൾ കാട്ടി ഗിന്നസ് ബുക്കിൽ കയറിയ വീരൻ, ഓർത്തു ചിരിക്കാൻ ഓർമ്മയിൽ വയ്ക്കാൻ നിരവധി അനവധി വേഷം കെട്ടി 75-ൽ സിനിമയിലെത്തി, പല പല തലമുറ മാറിയുമെത്തി, 4 പതിറ്റാണ്ടായിട്ടിവിടെ പകരം വയ്ക്കാൻ ആളില്ലുലകിൽ. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം സീതവരും കൂടെ. ഇന്നസെന്റിന് സാമൂഹിക പ്രതിബദ്ധതയ്ക്കുള്ള അവാർഡ് ജഗദീഷ് ശ്രീകുമാർ നൽകി. മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രതിഭകളായ അസീസ് തായനേരി, കോഴിക്കോട് അബൂബക്കർ, OM കരുവാരക്കുണ്ട്, അഷറഫ് പയ്യന്നൂർ, സിബല്ല സിബാനന്ദൻ, അസഹർ സുൽഫീക്കർ, മൊഹസിൻ മുഹമ്മദ് കുട്ടി എന്നിവരെ വേദിയിൽ ആദരിച്ചു. മാപ്പിളപ്പാട്ടുകളും കൈരളി TV ഇശൽ ലൈല അവാർഡ് ദിശയെ ധന്യമാക്കി. ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യാനെത്തുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളിൽ സഹജീവികളെ സഹായിക്കുന്ന ഒട്ടേറെ മനുഷ്യ സ്നേഹികളുണ്ട്. വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളോടെയാണ് ആ സഹായം പലരും നൽകുന്നത്. എന്നാൽ സംഘടനകളില്ലാത്ത വ്യക്തിപരമായി സേവന സന്നദ്ധത കണ്ടെത്തുന്നവരും കുറവല്ല. അതിലൊന്നാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ച് നാട്ടിൽ കയറ്റി അയക്കുന്നതിനുള്ള സേവനം. തൊഴിൽ കഴിഞ്ഞുള്ള സമയം സ്വന്തം പോക്കറ്റിലെ കാശും നൽകിക്കൊണ്ടുള്ള സേവന മനസ്ഥിതി പ്രശംസനീയമാണ്. ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തായി ചുരുങ്ങുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മിക്കവാറും എല്ലാ ഗൾഫ് രാജ്യത്തും ഇങ്ങനെ ജനസേവകരായി മാറിയ ഒട്ടേറെ മനുഷ്യ സ്നേഹികളുണ്ട്. അതുപോലെ പാസ്പോർട്ട് ഇല്ലാത്ത അനധികൃതമായി കഴിയുന്നവർക്ക് ഔദ്യോഗികമായി പുറത്തു പോകാനുള്ള രേഖകൾ ഉണ്ടാക്കൽ, നാട്ടിൽ പോകാനുള്ള സൗകര്യം ഒരുക്കൽ, ആശുപത്രികളിൽ അനാഥമായി കിടക്കുന്ന രോഗികളെ ചികിത്സാ സൗകര്യം ചെയ്ത് സഹായിക്കൽ, ഇങ്ങനെ ഒട്ടേറെ നന്മകൾ ചെയ്യുന്നവർ. പ്രവാസി ഭാരത് പോലുള്ള അംഗീകാരങ്ങൾ ഇത്തരം അർഹതപ്പെട്ടവർക്കാണ് നൽകേണ്ടത്. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.